മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ ഇന്ന് LDF പ്രതിഷേധം. ദുരന്തബാധിതർ ഉൾപ്പെടെ 165 പേർ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാപ്പകൽ സമരത്തിനാണ് ഇവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. മോർണിംഗ് ഷോയിൽ ഗുഡ് മോർണിംഗ് ബൽറാം. സമരത്തിന് ഏറെ ആളുകളുണ്ടോ? എങ്ങനെയാണ് ഈ സമരം അവരെ രൂപകൽപ്പന ചെയ്തത്? വെരി ഗുഡ് മോർണിംഗ് SKN. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം രാജ്യതലസ്ഥാനമായ ഡൽഹിയിലേക്കും എത്തുകയാണ്. LDFിൻ്റെ നേതൃത്വത്തിൽ 2 ദിവസം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാപ്പകൽ സമരത്തിനാണ് ഈ വയനാട് ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയ്ക്ക് എതിരായി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ 165 പേരാണ് ഈ സമരത്തിനായി ഡൽഹിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൽ വയനാട് ദുരന്തത്തിൻ്റെ ദുരന്ത ബാധിതരുണ്ട്. മുൻ MLA CK ശശീന്ദ്രൻ്റെ നേതൃത്വത്തിലാണ് ഈ സമരക്കാർ ഡൽഹിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിക്കാണ് ഈ പ്രതിഷേധം ആരംഭിക്കുക. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാപ്പകൽ സമരത്തിനാണ് ആഹ്വാനം എങ്കിൽ പോലും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ അത്തരം സമരങ്ങൾ അനുവദിക്കാറില്ല. അതുകൊണ്ട് തന്നെ ജന്തർ മന്ദിറിലാണ് 2 ദിവസം സമരത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് കേരള ഹൗസിൽ നിന്നും സമരം ആരംഭിക്കും എന്നും പ്രധാനമന്ത്രിയുടെ വസതി ലക്ഷ്യമാക്കി മാർച്ച് ചെയ്യുമെന്നും എവിടെയാണോ പോലീസ് തടയുന്നത് അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കും എന്നുമാണ് സമരക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും 7 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളത് വയനാട് ദുരന്തത്തിനായി കേരളം ആവശ്യപ്പെട്ട 2000 കോടി രൂപയുടെ പാക്കേജ് എന്നുള്ളത് തന്നെയാണ്. കേന്ദ്രം തുടർച്ചയായി കേരളത്തെ അവഗണിക്കുന്നു ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള സഹായ പ്രവർത്തനങ്ങളിൽ എന്ന ആരോപണമാണ് പ്രതിഷേധക്കാർക്ക് ഉള്ളത്. ഒപ്പം തന്നെ 1972 വന നിയമം ഭേദഗതി ചെയ്യുക, രാത്രിയാത്രാ നിരോധനം പിൻവലിക്കുക, വയനാട് നഞ്ചങ്കോട് തലശ്ശേരി മൈസൂർ റെയിൽവേ നടപ്പാക്കുക തുടങ്ങിയ മറ്റ് ആവശ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും കണ്ട് നേരിട്ട് തന്നെ നിവേദനം നൽകാനുള്ള ശ്രമവും ഉണ്ടാകുമെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. SKN. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.